പാകിസ്ഥാൻ അവരുടെ തന്നെ ജനങ്ങളെ ബോംബിട്ട് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്നതാണോ സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലുക എന്ന് പറഞ്ഞ കാര്യം? അതെ, പാകിസ്ഥാൻ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് വെച്ച് പാവപ്പെട്ട ജനങ്ങളെയാണ് കൊന്നുകളഞ്ഞത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ടേ? സോ ഐ എം ജോസ് പ്രകാശ്, വെൽക്കം ടു JP's വേൾഡ്. ആദ്യം തന്നെ ഇതിൻ്റെ തുടക്കത്തിലേക്ക് പോകും. അതായത് ഈ കഥയുടെ തുടക്കത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഖൈബർ പത്തൂങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പാകിസ്ഥാനിൽ. അതായത് അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റാണ് ഖൈബർ പത്തൂങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഖൈബർ പത്തൂങ്കയിൽ പഷ്തൂൺ എന്ന് പറഞ്ഞ ഒരിനം ജനങ്ങളുണ്ട്. അതായത് ഒരു കൂട്ടം ജനങ്ങൾ ഈ പറയുന്ന ഖൈബർ പത്തൂങ്കയിൽ താമസിക്കുന്നുണ്ട്. ഇവർ ഇതുപോലെ തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലും ഈ പറഞ്ഞ പഷ്തൂൺ ജനങ്ങളുണ്ട്. ഈ പഷ്തൂൺ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പഞ്ചാബികൾ എങ്ങനെയാണ്, അതായത് പഞ്ചാബികൾ ഇന്ത്യയിലുമുണ്ട് പാകിസ്ഥാനിലുമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഖൈബർ പത്തൂങ്കയിലുമുള്ള പഷ്തൂൺ ഇനം ജനങ്ങൾ. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇവരെ നോക്കുന്നില്ല. അതായത് സെൻട്രൽ പാകിസ്ഥാനിലുള്ള ജനങ്ങൾക്കാണ് കൂടുതലും ആനുകൂല്യങ്ങളും ഈ പറഞ്ഞ മിലിറ്ററിയിലോട്ടും ഗവൺമെൻറ്റിലോട്ടും ആൾക്കാരെ പാകിസ്ഥാൻ ഗവൺമെൻറ് എടുക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഖൈബർ പത്തൂങ്കയിലുള്ള സ്ഥലത്ത് നിന്ന് ഒരു MLA-യോ ഒരു MP-യോ അവരുടെ പാർലമെൻറ്റിലില്ല. ഇതാണ് സത്യമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് വല്ലാത്ത ഒരു എതിർപ്പുണ്ടായിരുന്നു. 1947 തൊട്ട് ഇങ്ങനെ തന്നെയായിരുന്നു നിലവിലുണ്ടായിരുന്ന കാര്യം. അപ്പോൾ ഈ പറഞ്ഞ ജനങ്ങൾ ഇതിനെതിരെ ആഞ്ഞടിച്ചു. അതായത് ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി, ഇതിനെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ പറഞ്ഞ പഷ്തൂൺ ജനങ്ങൾ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ ഞങ്ങൾക്കൊരു രാജ്യം തന്നെ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പഷ്തൂൺ ജനങ്ങൾ സമരത്തിനിറങ്ങിയത് മാത്രമല്ല, ഈ പറഞ്ഞ പഷ്തൂൺ ഇനം ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പഷ്തൂൺ ജനങ്ങളും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് അത് പിടിച്ചില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? ബലൂചിസ്ഥാനിൽ. ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് രാജ്യം വേണമെന്ന് പറഞ്ഞായിരുന്നു ബലൂചിസ്ഥാൻ പീപ്പിൾസും ഈ പറഞ്ഞ പാകിസ്ഥാനെതിരെ സമരം ചെയ്യുകയും യുദ്ധം ചെയ്യുകയും ചെയ്തത്. എന്നാൽ പാകിസ്ഥാൻ അത് വിട്ടുകൊടുക്കുകയൊന്നും ചെയ്തില്ല. പകരം ആർമി ഒഫീഷ്യൽസിനെ വെച്ച്, ഇല്ലെങ്കിൽ ആർമി പീപ്പിൾസിനെ വെച്ച് അവിടെ അറ്റാക്ക് ചെയ്യുകയും ഇവർക്കെതിരെ കുറേ ആൾക്കാരെ കൊന്നുകളയുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ പഷ്തൂൺ ജനങ്ങളെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു. ചെറുതായിട്ടല്ല. അപ്പം ചെറുതായിട്ടുള്ളതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചൈനയിൽ നിന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പാകിസ്ഥാൻ ഒത്തിരി ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിച്ചു. അതായത് മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിച്ചു. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ചൈനയിൽ നിന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കുന്നതെന്നാണ്. ഈ പറഞ്ഞ പോലെ ഫൈറ്റർ എയർക്രാഫ്റ്റ് മാത്രമല്ല, ചൈനയിൽ നിന്ന് കുറേ ഇൻ്റലിജൻസും കാര്യങ്ങളും പാകിസ്ഥാൻ മേടിക്കാറുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പാകിസ്ഥാൻ ഈ പറഞ്ഞ ചൈനയിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് മേടിച്ചിട്ട് ഈ പറഞ്ഞ സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊന്നു. അപ്പം ഖൈബർ പത്തൂങ്കയിലുള്ള ആൾക്കാരെ ഒത്തിരിയേറെ കൊന്നു. അപ്പം ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖൈബർ പത്തൂങ്കയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ സപ്പോർട്ടും കാര്യങ്ങളും ഓൾറെഡി വരും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഖൈബർ പത്തൂങ്കയിൽ ഒത്തിരിയേറെ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലാണ് ഈ സ്ഥലം വരുന്നത് ഞാൻ പറഞ്ഞത്. അവിടെ ഒത്തിരിയേറെ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അമേരിക്ക വന്നിട്ട് ഈ പറയുന്ന ഖൈബർ പത്തൂങ്കയെ ഹെൽപ്പ് ചെയ്തിട്ട് പറയുവാണ്, നിനക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു രാജ്യമാക്കി തരാം, നീ ഈ പറയുന്ന പോലെ സ്ഥലത്ത് നിന്ന് എനിക്ക് റെയർ എർത്ത് എലമെൻറ്റ്സ് തരുവാണെന്നുണ്ടെങ്കിൽ, അത് മൈൻ ചെയ്തെടുക്കാൻ എന്നെ അനുവദിക്കുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജനങ്ങൾ ഈ പറയുന്ന അമേരിക്കനെ അംഗീകരിക്കുമോ ഇല്ലയോ? ഉറപ്പായിട്ടും അംഗീകരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താകും? സ്വന്തമായിട്ട് ഇതൊരു രാജ്യമായിട്ട് മാറും. ഇത് തന്നെയല്ലായിരുന്നു പണ്ട് ഉക്രൈൻ്റെ വാറിൻ്റെ സമയത്ത് അമേരിക്ക ചെന്നിട്ട് അവരുമായിട്ട് നടത്തിയ ഡീലും. അപ്പോൾ ഇത് തന്നെ ഇവിടെയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ബലൂചിസ്ഥാനിലും ഇതുപോലെ തന്നെ ഒരു അറ്റാക്കും കാര്യങ്ങളും നടന്നിട്ടുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുവാണ്? അവർ തന്നെ വളർത്തിവിട്ട ടെററിസം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ജനങ്ങളെ അവർ നോക്കുന്നില്ലാത്തത് കൊണ്ടും. അപ്പോൾ ഈ പാകിസ്ഥാനിൽ ഒത്തിരിയേറെ അഴിമതി നടക്കുന്നുണ്ടെന്ന് ലോകരാജ്യങ്ങളും പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ അവരുടെ ജനങ്ങളെയും അവർ കൊന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഇൻറ്റേർണലായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ നടന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഒരു ഷിപ്പ് പാകിസ്ഥാൻ്റെ കൊടിയും വെച്ചുകൊണ്ട് പോയി. ഈ പറഞ്ഞ
ഷിപ്പിനെ ഇറാൻ അറ്റാക്ക് ചെയ്തു. എന്തിനാണെന്നറിയാമോ? സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ട് പോയ ഷിപ്പ് അമേരിക്കയിലേക്കാണ് പോയത്. ഇതിനു മുമ്പ് 2 എണ്ണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറാൻ ഞങ്ങൾക്ക് വേണ്ടി ഓയിൽ തന്ന് ഈ പറഞ്ഞതുപോലെ സമാധാന ചർച്ചയ്ക്ക് നിന്നു എന്ന് പറഞ്ഞ് അമേരിക്ക ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ കൊടിയുമായിട്ട് പോയ ഒരു ഷിപ്പിനെ ഇറാൻ അറ്റാക്ക് ചെയ്തത്. ഇപ്പോൾ മനസ്സിലായോ? എക്സ്റ്റേണലായിട്ടും പാകിസ്ഥാൻ ഒത്തിരിയേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇതൊരു പാകിസ്ഥാൻ്റെ നാശത്തിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട് നമ്മുടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ. അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ജോസ് പ്രകാശ്. ബൈ.